പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ നാട്ടിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. എത്രയോ വീഡിയോകൾ, പഴയ വീഡിയോകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസേന നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് നിങ്ങളോട് പൈസ ചോദിക്കുന്നില്ല, ഒരു ദുആ ആണ് ആ പ്രിയപ്പെട്ട സുഹൃത്ത്, മംഗലാപുരം ഹോസ്പിറ്റലുള്ള ആ പ്രിയപ്പെട്ട സുഹൃത്ത് നിങ്ങളോട് ആഗ്രഹിക്കുന്നത് ഒരൊറ്റ ഒരു ദുആ ആണ്, ഒരൊറ്റ ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസിന്റെ അവസാനം ദുആ ചെയ്യാം. എല്ലാവരും ദുആ ചെയ്യണം. നാളെ ഒടുവിലെ ബുധനാണ്. ഒടുവിലെ ബുധനയുടെ രാത്രിയാണ്. സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച രാത്രിയാണ് നമ്മളിലേക്ക് കയറി വരുന്നത്. അത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഈ ക്ലാസ് കേൾക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മുഹിബ്ബീങ്ങളെ, അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങൾ ക്ലാസ് കേൾക്കുന്നവരുണ്ട്, കമന്റിലൂടെ സന്തോഷങ്ങൾ പറയുന്നവരുണ്ട്, കൽബ് നിറച്ച് ആമീൻ പറയുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്. എല്ലാ കുടുംബത്തിലേക്കും ഷെയർ ചെയ്യുന്ന ഒരുപാട് ഉമ്മപെങ്ങന്മാരുണ്ട്, സഹോദരന്മാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. സഫർ മാസത്തിലെ അവസാനത്തെ ബുധൻ, ഒടുവിലെ ബുധൻ, ഒരു കൊല്ലത്തിൽ ഏറ്റവും അദാബിറങ്ങുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ അത് സഫറിലെ ഒടുവിലെ ബുധൻ ആണ്. ലക്ഷക്കണക്കിലുള്ള അദാബ് ഇറങ്ങുമ്പോൾ ആ അദാബിൽ നിന്ന് നമുക്ക് സലാമത്ത് കിട്ടാൻ സഫർ മാസത്തിന്റെ ബുധനാഴ്ച രാത്രിയിലും പകലിലും വളരെ ശ്രദ്ധയോടെ നമ്മൾ ചെയ്യേണ്ട ദിക്റുകളും ദുആകളും സൂറത്തുകളുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ ദിവസവും ഒരുപോലെയല്ല, എല്ലാ സമയവും ഒരുപോലെയല്ല, എല്ലാ സ്ഥലവും ഒരുപോലെയല്ല. ചിലതിനിക്ക് ബർക്കത്തുണ്ട്, ചിലതിനിക്ക് ബർക്കത്തില്ല. എല്ലാ കല്ലും ഒരുപോലെയല്ല, എല്ലാ സമയവും ഒരുപോലെയല്ല. സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എപ്പോഴാണ് നബിയെ ഞങ്ങൾ യാത്ര പോകേണ്ടത്? എപ്പോഴാണ് ഞങ്ങൾ യാത്ര പോകേണ്ടത്? റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന് പോകരുത്, നാളെ പോയിക്കോളി. തിങ്കളാഴ്ചയാണ് അല്ലെങ്കിൽ വ്യാഴാഴ്ചയാണ് യാത്രക്ക് പറ്റിയ ദിവസം. എന്തേ മുത്തുനബി തങ്ങൾ അങ്ങനെ പറഞ്ഞത്? എല്ലാ ദിവസവും ഒരുപോലെയല്ല. യാത്രക്ക് പോവാൻ വേണ്ടി പറ്റുന്ന ദിവസമുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖമറിൽ പറഞ്ഞിട്ടുണ്ട്, ഫീ യൗമിൻ നഹ്സിൻ മുസ്തമിർ. ഒരു സമൂഹത്തെ അല്ലാഹു തആല ശക്തിയായ കാറ്റ് കൊണ്ടാണ് അവരെ അല്ലാഹു തആല അദാബിറക്കിയത്, അവരെ പരീക്ഷിച്ചത്, അവരെ കൊന്നുകളഞ്ഞത്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ഇമാം പറയുന്നുണ്ട്, ഒരുപാട് വിശദീകരണം പറയുന്നുണ്ട്. സഫറിലെ മാസത്തിലല്ല, എല്ലാ മാസത്തിന്റെയും അവസാനത്തെ ബുധൻ അത് നഹ്സാണ്, ബർക്കത്തില്ലാത്തതാണ്. എന്നാൽ ഇമാം സുയൂത്തി ഇമാം അവിടെ ആഖിറുൽ അർബിയായി ബിശൈരി യൗമിൻ മുസ്തമിർ, ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി ഇമാം സുയൂത്തി ഇമാം തന്റെ ജാമിഉസ് സഗീറിൽ ഇങ്ങനെ പറയുന്നത് കാണാം. അതുകൊണ്ട് സഫർ മാസത്തിലെ അവസാനത്തെ ബുധൻ കൂടുതൽ ഗൗരവം കൂടിയതാണ്. ഇമാം തൈറബി ഇമാം തന്റെ കിതാബിലും പറയുന്നുണ്ട്, 3,20,000 ചിൽവാനം 20,000 ഒരുപാട് അദാബുകൾ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനി ബാധിച്ച ദിവസമാണ്. അതിൽ നിന്ന്, ആ അദാബിൽ നിന്ന്, ആഫത്ത് മുസീബത്തിൽ നിന്ന് ഏൽക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ കിതാബിന്റെ അകത്ത് പറയുന്നത് കാണാം. അബ്ദുൽ ഹമീദ് ഷാഫി റഹിമഹുമുല്ലാ അവർ ആരിഫീങ്ങളായ ചില പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. സൂറത്ത് യാസീൻ സൂറത്ത് ഓതാം. നല്ല ഒടുവിലെ ഓതനാണ് സൂറത്ത് യാസീൻ സൂറത്ത് ഓതാം. സൂറത്ത് യാസീൻ സൂറത്ത് ഓതാം. യാസീൻ സൂറത്തിൽ ഓതി സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അതാണ് ഖൽബുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന ഈ ആയത്ത്, ഈ സൂറത്ത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം ഇവിടെ എത്തിയാൽ 313 തവണ ഇതിനെ ആവർത്തിക്കുക. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നിട്ട് ഈ യാസീൻ എന്താക്കുക, പൂർത്തിയാക്കാം. 313 ഇത് ചൊല്ലാം. എന്നിട്ട് ഈ ദുആഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത്ത് വതഖ്ളീ ലനാ ബിഹാ ജമീഇൽ ഹാജാത്ത് വതുദഹിറുനാ ബിഹാ മിൻ ജമീഇസ് സയ്യിആത്ത് وترفعنا بها على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم اصرف عنا الشر ما ينزل من السماء وما يخرج من الأرض إنك على كل شيء قدير. وصلى الله تعالى على سيدنا محمد وآله وصحبه وسلم. എന്നിട്ട് ഈ ദുആ ചെയ്യും. നമുക്ക് ആഫത്ത് ഏൽക്കാതിരിക്കാൻ വേണ്ടി കൊല്ലത്തിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യാ. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് സബോ സലാമ എന്ന് പറയുന്ന 7 ആയത്ത്, സലാമിന്റെ 7 ആയത്ത്, അതൊരു പാത്രത്തിൽ എഴുതിട്ട് കുടിക്കുക. അതിന് സൗകര്യമില്ലെങ്കിൽ ഈ 7 ആയത്ത് ഓതണം, പാരായണം ചെയ്യണം. അതിലുള്ളതായ ഊതി വെള്ളം കുടിക്കണം. അത് നല്ലതാണ്. ഏതാണ്? സലാമും ഈ ആയത്താണ്. സലാമും ഖൗലം ഈ സഫർ മാസത്തിലെ ഒടുവിലെ ബുധൻ ഈ സലാമിന്റെ സബൂ സലാം എന്നുള്ള 7 ആയത്ത്, ഈ 7 ആയത്ത് ഓതണം. ഓതണം. എന്നിട്ട് അതിലുള്ള വെള്ളം കുടിക്കണം. 7 ആയത്ത്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സൂറത്ത് യാസീൻ 58-ാമത്തെ ആയത്താണ്. സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ. സൂറത്ത് സ്വാഫാത്ത് 79. സലാമുൻ അലാ ഇബ്രാഹിം. സൂറത്ത് സ്വാഫാത്ത് 109. സലാമുൻ അലാ മൂസാ വ ഹാറൂൻ. സൂറത്ത് സ്വാഫാത്ത് 120. സലാമുൻ അലാ യാസീൻ. സൂറത്ത് സ്വാഫാത്ത് 130-ാമത്തെ ആയത്താണ്. സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. സൂറത്ത് സുമർ 73-ാമത്തെ ആയത്ത്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സൂറത്തുൽ ഖദർ 5-ാം ആയത്താണ്. ഈ ആയത്ത് 7 ആയത്ത്, ഈ 7 സലാമത്തിന്റെ ആയത്ത് ഓതണം. ഊതി വെള്ളം കുടിക്കണം. നമ്മുടെ ശരീരത്തിൽ ആഫത്ത് ബലാ മുസീബത്ത് ഏൽക്കാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് മുത്തുമോമിനീങ്ങളെ, നാളെ സഫർ മാസത്തിലെ ഒടുവിലെ ബുധനാണ്. ഒരുപാട് പഴയ കാലം മുതൽ ഇന്ന് വരെ ചില മദ്രസകളിൽ പഴയ ഉമ്മമാർ കുട്ടികളിലോട് അതാ പത്തിരി ചുട്ട് മധുരപലഹാരങ്ങൾ കേൾക്കുന്നുണ്ട്. അസ്സദഖതു റദ്ദുൽ ബലാ. സദഖ എന്ന് പറഞ്ഞാൽ അത് ബലാഇനെ തട്ടുന്നതാണ്. അത് ഉദ്ദേശിച്ച് വെച്ചിട്ടാണ് പഴയകാല മുഅ്മിനീങ്ങൾ ഉമ്മമാർ അതാ എല്ലാ സഫർ മാസത്തിലെല്ലാം എല്ലാ മാസത്തിന്റെ ഒടുവിലെ ബുധൻ അവർ ഇങ്ങനെ ഷീർണി കൊടുക്കാറുണ്ട്. നല്ല കാര്യമാണ്. ആഫത്ത് ബലാല് മുസീബത്തിലേക്ക് കാവലാണ്. സദഖ കാവലാണ്.
ബഹുമാനപ്പെട്ട സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവർ ഭരിക്കുന്ന സമയത്ത് മദീനയിൽ ഒരു ഭൂകമ്പമുണ്ടായി. അങ്ങനെ ഒരു സംഭവമുണ്ടായി. ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞപ്പോൾ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഓ മുഅ്മിനീങ്ങളെ, ഓ ജനങ്ങളെ, നിങ്ങൾ സ്വതക്ക ചെയ്യുക. സ്വതക്ക ചെയ്താൽ അതിൽ നിന്ന് തട്ടിദൂരത്താവും. അതുകൊണ്ട് മുത്തു മുഅ്മിനീങ്ങളെ, സ്വതക്കക്ക് വല്ലാത്ത പ്രാധാന്യമുണ്ട്. സ്വതക്കക്ക് വല്ലാത്ത പ്രാധാന്യമുണ്ട്. സ്വതക്ക ആരും അറിയാത്ത നിലക്ക് കൊടുക്കാം. അത് തങ്ങന്മാർക്കാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും സ്വതക്ക കൊടുക്കാം. സക്കാത്ത് അങ്ങനെയല്ല. സക്കാത്തിന്റെ അവകാശികൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. എല്ലാവർക്കും സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. സ്വതക്ക ആർക്കും കൊടുക്കാം. അതുകൊണ്ട് മുത്തുമോമിനീങ്ങളെ, നാളത്തെ ഒരു ദിവസം സലാത്തിന്റെ മജ്ലിസ്, ഇൽമിന്റെ മജ്ലിസ്, പിന്നെ സലാമിന്റെ ആയത്ത് ഇങ്ങനെയുള്ള മജ്ലിസിൽ അത് ഒരു വീട്ടിൽ ഇങ്ങനെ ചില്ല കൂടെ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും അല്ലാഹു എല്ലാവരുടെയും ദുആ അല്ലാഹ് നീ സ്വീകരിക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. ഒരുപാട് പാവപ്പെട്ട മുഅ്മിനീങ്ങൾ സഹോദര സഹോദരിമാരുണ്ട്. അല്ലാഹ് അവരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ക്ലാസ് കേട്ടതിൻ്റെ കാരണം കൊണ്ട്, ഇൽമു കേട്ടതിൻ്റെ കാരണം കൊണ്ട് അല്ലാഹ് നിന്നിലേക്ക് ഉയർത്തിയ കൈ ഹായിബായി മടക്കിക്കളയല്ല അല്ലാഹ്. അവരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അവരുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കണേ റഹ്മാനെ. വബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.